രുചിക്കൂട്ട്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിന്റെ ഒരു പ്രധാന ആകർഷണീയത എന്ന് പറഞ്ഞ കേക്കുകളാണ് എന്നെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ സീസണിലാണ് നമുക്ക് പ്ലം കേക്കിന് വളരെയധികം പ്രാധാന്യമുള്ളത്. പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് നട്ട്സും ഫ്രൂട്ട്സും സ്പൈസസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കേക്കാണ്. ഒരു പ്രത്യേക രുചി തന്നെയാണ് അതിന്. കുറച്ചു കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും, നന്നായിട്ട് ശ്രദ്ധയോടെ തയ്യാറാക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലം കേക്ക് എന്ന് പറയുമ്പം നട്ട്സും സ്പൈസിന്റെയും ഓറഞ്ച്, മുന്തിരി ഇതിൻ്റെയൊക്കെ കൂടെ ഒരു സമ്മിശ്രമായ രുചിയും അതുപോലെ തന്നെ ഹൃദ്യമായ ഒരു മണവും ചേർന്നതാണ്. അപ്പോൾ അതിന് ഇത്തിരി ഡാർക്ക് കളറാണ് ഉണ്ടാവുക. ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് എപ്പോഴും ഒരു കാരമലൈസ് ചെയ്ത് ഇത്തിരി കൂടി കരിച്ച കളറിലുള്ള ഒരു പഞ്ചസാരയാണ് നമ്മളിതിന് കളറായിട്ട് ചേർക്കുന്നത്. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര കട്ടിയുള്ള ഒരു പാത്രത്തിലിട്ട് അനക്കാതെ വെച്ചിട്ട് ബ്രൗൺ നിറമാകുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞുള്ള സിറപ്പ് ഉണ്ടാക്കണം. ഈ സിറപ്പ് അത് 1/4 കപ്പ് എന്ന് ഞാനൊരളവിന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളുടെ കേക്കിൻ്റെ അളവ് മിക്സ് എത്രയാണോ അതിനനുസരിച്ചുള്ള അളവിൽ പഞ്ചസാര എടുക്കുക. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നല്ല ചൂടുണ്ടാകും ഈ ഒരു പ്രോസസ്സിൽ. നമ്മൾ പെട്ടെന്ന് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അത് ഇങ്ങോട്ട് തെറിച്ച് വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് ചെയ്യുക തന്നെ വേണം. എന്തായാലും ഇങ്ങനെ തയ്യാറാക്കിയ തണുപ്പിച്ചെടുത്ത ഒരു സിറപ്പാണ് ഇതിന് കളർ നൽകുന്നത്. പിന്നെ ക്രിസ്മസിന് ഈ ഒരു പ്ലം കേക്ക് നമ്മൾ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രൂട്ട് മിക്സ് തയ്യാറാക്കണം. ഇത് ഒരു ഫ്രൂട്ട് മിക്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു ഇവൻ്റായിട്ട് തന്നെ പലരും പലപ്പോഴും ചെയ്യാറുണ്ട്. ഒരു വർഷം മുമ്പേ തയ്യാറാക്കി വെക്കുന്നവരുണ്ട്. പക്ഷേ എന്നാൽ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം മുമ്പെങ്കിലും തയ്യാറാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എങ്ങനെയാണ് ഒരു ഫ്രൂട്ട് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഈ ഒരു മിക്സ് നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ചേർന്ന ഒരു മിശ്രിതം ഒരു ആൽക്കഹോൾ മീഡിയത്തിലാണ് നമ്മളത് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ കിസ്മിസ്, ഈന്തപ്പഴം, കുരുവില്ലാത്ത കറുത്ത മുന്തിരി, ക്രാൻബെറി, ബ്ലൂബെറി, ടൂട്ടി ഫ്രൂട്ടി, ചെറി, പ്രൂൺസ് ഇതൊക്കെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയായിട്ട് തന്നെ എടുക്കണം. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതൊരു 2 കപ്പ് വേണം. അതിലേക്ക് സാധാരണ ഓറഞ്ച് ജ്യൂസ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ റെഡ് വൈൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുന്തിരി ജ്യൂസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആൽക്കഹോളും ചേർത്ത് കുതിരാൻ വെക്കണം. ഇതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് സ്പൈസസും സാധാരണയായിട്ട് ചേർക്കാറുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വീതം കറുവപ്പട്ട, ഗ്രാമ്പൂ, ജാതിക്ക, വേണമെങ്കിൽ ഏലക്കയും ചുക്കും ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കുക. നട്ട്സ് അത് നമ്മൾ സോക്ക് ചെയ്യുമ്പോൾ ഇടണമെന്നില്ല. അത് തയ്യാറാക്കുമ്പോൾ ചേർക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ വേണ്ട കാര്യങ്ങൾ: 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ വീതം കറുവപ്പട്ട, ജാതി, ഗ്രാമ്പു ഇവയൊന്ന് പൊടിച്ചത്, പിന്നെ ഒരു 1.5 മുതൽ 2 കപ്പ് വരെ ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് അതിലേക്ക് നമ്മൾ ഒരു 2 സ്പൂൺ മൈദയും ചേർത്ത് മാറ്റി വയ്ക്കാം. നട്ട്സ് ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ പിസ്ത ഇതൊക്കെ ചേർക്കാം. ഇനി 100 ഗ്രാം ബട്ടർ നന്നായിട്ട് അടിച്ച് ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്തടിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർക്കുക. 3 മുട്ടയും ചേർത്തടിക്കുക. പഞ്ചസാരയ്ക്ക് പകരം ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ ചേർക്കാം. ഇങ്ങനെ നമ്മൾ സാധാരണ കേക്ക് തയ്യാറാക്കുന്നത് പോലെ ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അവനിൽ വെച്ചിട്ട് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും. ഒരു 40 മിനിറ്റ് 45 മിനിറ്റ് എന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് വെന്തോ എന്ന് നോക്കിയതിന് ശേഷം വാങ്ങി വെക്കുക. ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു കേക്കാണ് പ്ലം കേക്ക് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ആൽക്കഹോൾ ഇതിന്റെ പുറത്ത് ബ്രഷ് ചെയ്തും കൊടുക്കാം. അപ്പോൾ ഇതിന് കൂടുതലൊരു സ്വാദുമുണ്ടാകും. അതുപോലെ പൂപ്പ് പിടിക്കാതിരിക്കുകയും ചെയ്യും. രുചിക്കൂട്ട്. നിർവഹണം ലീന.